ഹലോ മോശന്മാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് 6 മാസം തികയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ അന്നേരം കിണർ 3 റിങ് തേച്ചിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ കിണർ ഒരുക്കിയായിരുന്നു. ആ സമയത്ത് മഴ കാരണം നമ്മൾ അവിടെ തേച്ചില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മളുടെ കോൺട്രാക്ടറിൻ്റെ അനിയനായിട്ടുള്ള ഹരീഷിൻ്റെ നേതൃത്വത്തിൽ 2 പണിക്കാരെയൊക്കെ വെച്ച് നമ്മൾ ആ റിങ്ങൊക്കെ തേക്കാൻ പോവാണ്. അങ്ങനെ വളരെ വൃത്തിയായിട്ട് അവർ തേച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ നല്ലൊരു വളയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു അരച്ചാക്ക് സിമെൻറ്റും അതിൻ്റെ പൊടി പീ സാൻഡ് കൂടെ ഒക്കെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം നമ്മൾ നേരത്തെ ഇത് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ 1000 ലിറ്ററിൻ്റെ സെൽസറിൻ്റെ ടാങ്കാണുള്ളത്. വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ വെള്ളം ഇനി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മൾ കിണർ കോരി ഇറക്കുന്ന വീഡിയോ ആണ്. കിണർ കോരി ഇറക്കാൻ വേണ്ടി നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരു കുറ്റിച്ചൂല് വേണം, പിന്നെ 1.5 ഒരു മോട്ടർ വേണം, പിന്നെ ചിരട്ടക്കരിയും ഉപ്പും മഞ്ഞപ്പൊടിയും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ കിണർ കോരി ഇറക്കുന്നതിൻ്റെ റേറ്റൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. 2500-3000 രൂപയാണ് ഇപ്പോഴത്തെ കിണർ കോരി ഇറക്കുന്നതിൻ്റെ റേറ്റ്. അപ്പോൾ അവർ വെളിയിൽ നിന്നേ കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി ആ പായലൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല സ്മൂത്തായിട്ട് ചെയ്യുകയാണ്. പിന്നെ എന്താ പറയുക, അവർ ചെയ്ത പണിയെല്ലാം നല്ല വൃത്തി കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ഈ കിണർ കുറച്ചുകൂടെ അലങ്കരിച്ചത് കൊണ്ട് മഴക്കാലം ആയതുകൊണ്ടും ഈ 3 റിങ് നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. കാരണം ചെയ്താൽ നിൽക്കത്തില്ലായിരുന്നു, അതേ രീതിയിലെ മഴയായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ കാരണം നമ്മൾ അത് ചെയ്തിട്ട് പ്രയോജനമില്ലായിരുന്നു. ഇന്നെന്തായാലും സാധനം എല്ലാം ചെയ്ത് നല്ല രീതിയിൽ അടിവശത്തെ മൊത്തം കലക്കലും എല്ലാം എടുത്ത് കളഞ്ഞ് ഏകദേശം ഒരു 1/4 മണിക്കൂറിൻ്റെ പ്രവർത്തനത്തിൽ സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ കിണറിലെ മൊത്തം വെള്ളവും വലിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അവസാനം എല്ലാം കോരി വൃത്തിയാക്കി ഈ പറയുന്ന ചിരട്ടക്കരിയും മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് ഫുള്ള് ബായിച്ചാൻ കോരുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. പിന്നെ താഴോട്ട് നല്ല തണുപ്പുള്ളത് കൊണ്ടും ഓക്സിജന് കുറവൊന്നും ഇല്ലായിരുന്നു, പക്ഷേ വെട്ടക്കുറവുള്ളത് കൊണ്ട് നമ്മൾ ടോർച്ചൊക്കെ അടിച്ചു കൊടുക്കേണ്ടി വന്നു കേട്ടോ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് സീസൺ. झाड़ू अच्छा पानी इट नीचे। हां दूसरा बकेट पानी रहा भाई, अब बकेट क्लीन है। इसको सुला के रखेगा? नहीं जैसे था वैसे खड़ा करके रखना। हां खड़ा है। किधर रखा था उधर ही रखो। ये साइड इधर था, इधर रखा अच्छी तरह से। हां उधर अभी मट्टी नहीं है? नहीं, कुछ भी नहीं है। कुछ भी नहीं है। पानी है क्या? पानी थोड़ा भी हो गया अरे भाई बकेट क्लीन जेड है भाई। हां बकेट क्लीन है, अच्छा पानी नीचे। हां बकेट डालो, बकेट पलके ओके पलके